ഫസ്റ്റ് സുരാട്ടനോട് തിലകൻ സർ ആ പേര് പറയുമ്പോൾ സുരാട്ടന് ഞങ്ങളോട് പറയാനുള്ളത് എന്താണ്, സുരാജേട്ടൻ്റെ ഓർമ്മകൾ എന്താണ്, സുരാട്ടൻ എത്രത്തോളം തിലകൻ സാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? സുരാട്ടൻ അത് വോയിസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, തിലകൻ സാറിൻ്റെ വോയിസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആ ഒരു നടനെ. പിന്നെ എന്താ അദ്ദേഹം പറയുന്ന വേരിയേഷൻ, ഇപ്പോൾ കത്തി താഴെയുക എന്ന് പറയുന്നത്, ഇനി അതിൻ്റെ മേളിൽ വേറെ ഒരു കത്തി താഴെയുക ഇല്ല. അത്രയും വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അത് മഹാനടൻ. അതുപോലെ മമ്മൂക്ക മമ്മൂക്കയെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു മെമ്മറി എന്താണ് സുരാട്ടൻ്റെ? ഒരുപാടുണ്ട്. അതിലേറ്റവും ആരോടും പറയാത്തത്, ഒരു ഇൻ്റർവ്യൂവിലും പറയാത്തത്. അല്ല, ഞാൻ ഇതൊക്കെ ആകാൻ, ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലൊക്കെ എത്താൻ കാരണക്കാരിൽ ഒരാൾ മമ്മൂക്ക തന്നെയാണ്. അത്രത്തോളം മാനസിക ബന്ധം എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ വിളിക്കാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും, നേരിട്ട് പോയി കാണും. എപ്പോഴും ആ സ്നേഹബന്ധം, നമ്മുടെ എന്താ ഒരു മൂത്ത ജ്യേഷ്ഠൻ, അത്രയും റെസ്പെക്റ്റും അത്രയും സ്നേഹമുള്ളൊരു വ്യക്തിത്വമാണ്. മോഹൻലാൽ, ലാലേട്ടൻ എന്താ ഇത് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് എന്താ പറയുന്നത്? തമ്പുരാൻ, അഭിനയത്തിന്റെ തമ്പുരാൻ. അതുപോലെ ദിലീപേട്ടൻ അതുപോലെ തന്നെ ചങ്ക് ബ്രോ. ചിലർ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഷെല്ലി ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വിരളമായിട്ട് അങ്ങനെ കാണാറുള്ളൂ. ഞാൻ ഞെട്ടിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് മിന്നൽ മുരളിയിലെ ആ ഒരു പെർഫോമൻസ് ആണ്. അത് ശരിക്കും ഒരു ഗൂസ് ബംപ് എന്നൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരു മികച്ച കഥാപാത്രം കറക്റ്റായിട്ട് പിച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ടത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, അതാണ് ശരി. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു സിമ്പിൾ ആൻസർ. ഞാൻ കുറേ ചോദ്യം ചോദിച്ചത് സിമ്പിൾ. 2025 ഈ പുതുവർഷത്തിൽ പുതിയൊരു സിനിമ എത്തുന്നു, നാരായണീൻ്റെ മൂന്നാൺമക്കൾ. ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള സുരാജേട്ടനും ഷെല്ലി ചേച്ചിയും നമ്മോടൊപ്പം ചേരുകയാണ്. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. ഓക്കെ, പുതുവർഷം ആദ്യ സിനിമ തന്നെ പറയാല്ലേ രണ്ടാളുടെ? പുതുവർഷത്തിലെ ആദ്യ സിനിമ അല്ലേ, നാരായണീൻ്റെ മൂന്നാൺമക്കൾ. എന്താണ് സുരാജേട്ട പറയാനുള്ളത്? നാരായണീൻ്റെ മൂന്നാൺമക്കൾ ശരിക്കും സത്യത്തിൽ ഇന്ന് കറക്റ്റ് 2 വർഷമായി. സിനിമ ഇന്നായിരുന്നു ഷൂട്ട് പൂർത്തിയായത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന്. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഓരോ വർഷം ഓരോ പടം റിലീസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് 2025 റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു. വളരെയധികം സന്തോഷം. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം എന്താ ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസ് എല്ലാം നമ്മളവിടെയായിരുന്നു ആഘോഷിച്ചിരുന്നത്. ലൊക്കേഷനിൽ ബിരിയാണി കോഴിക്കോടായിരുന്നു ഷൂട്ട്. മനോഹരമായ ഓർമ്മകളായിരുന്നു അവിടെ സമ്മാനിച്ചത്. കൂടുതലും ഫുഡ് വഴിയാണെന്നേ ഉള്ളൂ. കറക്റ്റ് ഈ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ കഥാപാത്രം അതാണ്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാരല്ല. ശരിക്കും ഇവിടുന്ന് ഒരു 10-15 വർഷത്തിന് മുമ്പ് യു കെയിലോട്ട് പോയ 2 പേരാണ്. വിദേശ മലയാളികളാണെന്ന് പറയാം. കുറേ വർഷമായല്ലോ. വീടുമായിട്ടൊന്നും അധികം അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. എന്നാൽ വിളിച്ചുകൊണ്ടിരിക്കും. വേറൊരു ഇഷ്യൂവിൽ പോയതാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നതും ബാക്കി അവിടെ സംഭവിക്കുന്ന നാടകീയ മുഹൂർത്തങ്ങളിലൂടെ പോകുന്ന ഒരു സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. അത് വരുന്നത് തന്നെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ. മാതാപിതാക്കളെ വിട്ട് വിദേശത്തേക്ക് പോയ മക്കളായിട്ടാണോ? അതന്നെ. അപ്പോൾ അങ്ങനെ പോയ 10-15 ഇഷ്യൂ ഉണ്ട്. അത് വന്നതിന് ശേഷം എന്തായാലും ഒരു പതർച്ച ഉണ്ടാവുമല്ലോ. ഒരു 15 വർഷത്തിന് ശേഷം വീട്ടിൽ വരുമ്പോൾ ചുറ്റുപാട് മാറി, ആൾക്കാർ മാറി. പിന്നെ അതിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അലൻസിയറേട്ടനാണ്. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ജോജു, ഞാനാണ് അവസാനത്തെ ആള്. അപ്പോൾ ഒരു വെക്കേഷൻ പോലും വന്നിട്ടില്ല. ഒരു വെക്കേഷന് പോലും വരാൻ പറ്റിയില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ? ഓക്കെ. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരുപാട് മക്കൾ ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യവും ഇവിടെ വന്ന് അമ്മയുടെ ഒരു സീരിയസ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. പിന്നെ ഉണ്ടാകുന്ന നാടകീയ മുഹൂർത്തമാണ് ഈ സിനിമ. അപ്പോൾ ഒരു 15 വർഷത്തോളം ഒരു വെക്കേഷന് പോലും സ്വന്തം വീട്ടിലേക്ക് വരാതിരുന്ന, എന്തോ ഒരു പെർട്ടിക്കുലർ കാരണം കൊണ്ട് വരാതിരുന്ന ഒരു മകൻ, ആ മകൻ തിരിച്ചു വരുന്നു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. മകനും ഭാര്യയും. ഓക്കെ, അപ്പം നിങ്ങളുടെ കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം. കഥാപാത്രത്തിന്റെ പേര് സുരാജേട്ടന്റെ പേരിൽ എന്തിരിക്കുന്നു? ഭാസ്കരൻ അല്ലേ? ഭാസ്കരൻ. നഫീസ.
ഓ, ടണ്ടായി. ആ പേരിലെന്തോ ഒരു എന്തൊക്കെയുണ്ട്. ഭാസ്കർ ഇങ്ങനെ ഒന്നിച്ച് പ്രണയം, ലവ് ആണല്ലോ അല്ലേ? അതെ. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാടോ? അതും സസ്പെൻസ് ആണോ എന്തെങ്കിലും ഇല്ല സിനിമയിലുള്ള? അത് തന്നെയാണ്. ഓക്കെ, പ്രണയമാണ്. അപ്പോൾ നഫീസയാണോ ഭാസ്കറിനെ UK എത്തിക്കുന്നത്? അല്ല, രണ്ടുപേരും കൂടെ പോകും. നിങ്ങൾ തീരുമാനിക്കുകയാണ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു. എന്തുകൊണ്ട് നിങ്ങൾ രണ്ടാളും രസകരമായിട്ടുള്ള ഇതുവരെ വരാത്ത തരത്തിലുള്ള ഒരു പുതിയ അറ്റംപ്റ്റാണ് ഷാരോൺ ചെയ്തിരിക്കുന്നത്. ശരൺ. എനിക്കൊരു കാര്യം പറയണ്ടത്, ഞാൻ നമ്മൾ ഒത്തിരി സിനിമകൾ ചേട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതൊരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതി ഓഫ് ആക്ടിങ്ങും ഇതിലുണ്ടായിരുന്നു. ഇനി നമുക്ക് സിങ് സൗണ്ട് ആയിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറാലിറ്റിയും ഒരു റിയാലിറ്റിയും ഒക്കെ അതിലുണ്ട്. നമ്മളെ ചെറിയ ന്യൂവൻസ് ആയാലും ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. റിയാക്ഷൻസ് ആയാലും ഇമോഷൻസ് ആയാലും. തീർച്ചയായിട്ടും ഈ സിങ്ക് സൗണ്ട് ആകുമ്പോൾ അത് ഭയങ്കര വലിയൊരു ചലഞ്ച് അല്ലേ? ഇപ്പൊ സിംഗ് സുരാജ് ചേട്ടൻ കുറച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സലീം അഹമ്മദിന്റെ ഒക്കെ സിനിമകൾ സിങ്ക് സൗണ്ട് ആയിരുന്നില്ലേ? എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ സിങ്ക് സൗണ്ട് ആയിരുന്നില്ലേ? പക്ഷെ ഷെല്ലി ചേച്ചിയെ സംബന്ധിച്ചും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ സിങ്ക് സൗണ്ട്? ചെയ്തിട്ടുണ്ട്. അല്ല, അത് സിങ്ക് ആയിരുന്നില്ല, അകം സിങ്ക് ആയിരുന്നു. അപ്പൊ സിങ്ക് സൗണ്ട് ആയിട്ട് നിങ്ങൾ സിങ്ക് ആയ ആൾക്കാരാണ് രണ്ടാളും ഓൾറെഡി? അല്ല, ചോദിച്ചാൽ അത് ഭയങ്കര ചലഞ്ച് അല്ലേ? ഇപ്പൊ ചലഞ്ചാണ്, പക്ഷെ രസമാണ്. നമ്മൾ ആ ഒരു ഇമോഷൻ അപ്പം തന്നെ കറക്റ്റ് കിട്ടുമല്ലോ. അത് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അത്രയും നന്നാവാൻ ചാൻസ് ഇല്ല. ചിലതൊക്കെ സംഭവിക്കാറുണ്ട്. അതെ അതെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കാസ്റ്റിംഗ് തന്നെ ചിലപ്പോൾ കൊടുത്താൽ അതുകൊണ്ടായിരിക്കും. കാരണം അല്ലെങ്കിൽ ഒരു പുതിയൊരാളെയൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ എന്തോരം ടേക്കൊക്കെ പോവല്ലേ? ചിലപ്പോൾ എക്സെപ്ഷണൽ ആയതുകൊണ്ടായിരിക്കും. കോംപ്ലിമെന്റ്. കാരണം ഈ കാസ്റ്റിംഗ് തന്നെ നോക്കി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ 3 പേരുടെ ഒരു നമ്മൾ ഗടാഗടിയന്മാർ എന്നൊക്കെ പറയില്ല, 3 പേരും എന്താ പറയുക, സുരാജ് ഏട്ടൻ, ജോജി ചേട്ടൻ, അലൻ സിയറേട്ടൻ, 3 എണ്ണം പറഞ്ഞ. ഞാനൊരു കമൻ്റ് ഉണ്ടായിരുന്നു, മലയാള സിനിമയിലെ 3 മികച്ച നടന്മാരെല്ലാം ഒറ്റ ഫ്രെയിമിൽ നിന്ന്. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. കോമ്പറ്റീഷൻ പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നു സുരാട്ട ഈ ഇവരോട് അഭിനയിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ? ഭയങ്കര രസമായിരുന്നു. കാര്യം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ശരിക്കും എക്സ്പീരിയൻസ് അവർക്കാണല്ലോ. കാരണം അലൻ സിറേട്ടൻ, ജോജു, ഞാൻ, നമ്മൾ 3 പേര് ഒരുമിച്ച് ആ എക്സ്പീരിയൻസ് ഡയറക്ടറോട് തന്നെ ചോദിക്കണം. ഞാൻ ചോദിച്ചായിരുന്നു, പുതിയൊരു ഡയറക്ടർ അല്ലേ? അപ്പോൾ ഇത്രയും അതൊക്കെ പുള്ളിക്ക് നല്ല വ്യക്തമായ ധാരണയുള്ള ഒരു സംവിധായകനാണ്. അദ്ദേഹം തന്നെ എഴുത്തുകാരനും. ഒരു വരിയോ നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പോൾ ക്ലിയർ ചെയ്ത് അല്ലേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഓക്കെ അത് മതി എന്നൊക്കെ അല്ലേ? അല്ല, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. നമുക്ക് കൂടുതലൊന്നും വേണ്ട എന്നുള്ള അങ്ങനത്തെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്. അതെ. അതുകൊണ്ട് ഈ 3 പേരും വളരെ കംഫർട്ടായിട്ട് ആ പരിപാടി നമ്മളെല്ലാവരും മനോഹരമായിട്ട് തീർത്തു എന്ന് വേണം പറയാം. സാധാരണ ഒരു പുതിയ ഡയറക്ടർ അപ്പോൾ ഇത്രയും പേര് വരുമ്പോൾ എന്തായാലും ടെൻഷൻ ഉണ്ടാവാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടെൻഷനും ഞാൻ കണ്ടില്ല. വിളിച്ചോ. ഇപ്പോൾ പുതിയൊരു ഡയറക്ടർ വന്നിട്ട് സീൻ പറയാണ് സുരാടനോട്. അപ്പോൾ സുരാടൻ്റെ ഉള്ളിൽ കുറേ സിനിമകൾ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയിൽ അതൊന്ന് ഇംപ്രൂവൈസ് ഇങ്ങനെ ചെയ്താലോ എന്നൊരു ധാരണയൊക്കെ വരില്ലേ? അപ്പോൾ പുതിയൊരു ഡയറക്ടർക്കാണെങ്കിൽ സുരാടൻ എന്തെങ്കിലും പറഞ്ഞത് ഇനി ഒന്നും പറയാനും പറ്റില്ലല്ലോ എന്നൊരു ഫീൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുള്ള ആളായിരുന്നില്ല. ഇല്ല, നല്ല ധാരണയുണ്ടെന്ന് എടുക്കുന്നതിനെ കുറിച്ചും ഫുൾ ടോട്ടാലിറ്റിയെ കുറിച്ചും. ഞങ്ങൾ ഇംപ്രൂവൈസേഷനൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ ഇംപ്രൂവൈസേഷൻ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ എടുത്തിട്ടുമുണ്ട്. രസകരമായി. പിന്നെ ഒരു റിഹേഴ്സലൊക്കെ ചെയ്ത് എല്ലാം നമ്മളിത് കാണുമല്ലോ, ആ പ്ലേ എന്താണെന്നുള്ളത്. ഒരാള് മാത്രല്ലല്ലോ ചെയ്യണം, ഒത്തിരി പേരുണ്ടാവുമല്ലോ. നിങ്ങൾ ടീമായിട്ട് റിഹേഴ്സൽ ചെയ്യുമല്ലോ? അങ്ങനെയല്ല, ആ സീനിൽ ഇപ്പൊ ആരൊക്കെയാണോ അവരെല്ലാം നമ്മൾ പറഞ്ഞാലല്ലേ നമ്മുടെ ഡയലോഗ് ആര് എവിടെ എൻഡ് ചെയ്യണു, ആരെന്ത് പറയണം നമ്മൾ അറിയണ്ടേ. അപ്പൊ അത് റിഹേഴ്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയുക. അപ്പൊ തന്നെ നമുക്കൊരു അവിടുത്തെ ആ ഒരു പ്ലേ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ സുരാജനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വർഷം ഒരുപാട് സിനിമകളിൽ സുരാജനെ വെറൈറ്റി ഓഫ് റോൾസിൽ കാണാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ സീരിയസ് ആണെങ്കിൽ വേറൊരു സിനിമയിൽ ഫുൾ കോമഡി ആയിട്ട് വരാറുണ്ട്, ചിലർ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഷെല്ലി ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വിരളമായിട്ട് അങ്ങനെ കാണാറുള്ളൂ.
ഞാൻ വരുന്നതെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് പറഞ്ഞാൽ മിന്നൽ മുരളിയിലെ ആ ഒരു പെർഫോമൻസ് ആണ്. അത് ശരിക്കും ഒരു ഗൂസ് ബംബ് വന്നൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരു മികച്ച കഥാപാത്രം കറക്റ്റായിട്ട് പിച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു സിമ്പിൾ ആൻസർ. ഞാൻ കുറേ ചോദിച്ചത് സിമ്പിൾ ആൻസർ. അപ്പം ഈ ക്യാരക്ടറിന് അത്രയും ഡെപ്ത് ഉള്ള പോലെ തോന്നിയോ കേട്ടപ്പോൾ? എനിക്കിത് എനിക്ക് ഫസ്റ്റ് ശരൺ ഈ കഥ പറഞ്ഞപ്പോൾ ശരണിന്റെ ഒരു രീതി ഓഫ് പറച്ചിലുണ്ട്, അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. രണ്ട്, ഞാൻ മലയാളം സിനിമയിൽ ഞാൻ അധികം ചെയ്യാത്ത ഒരു ക്യാരക്ടർ. എനിക്കതിൽ ഭയങ്കരമായി ചെയ്യാനുണ്ട് എന്നൊന്നുമില്ല, പക്ഷെ എൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 3, ഈ പറഞ്ഞ പോലെ നാരായണീൻ്റെ 3 ആൺമക്കൾ. അതിൽ ഞാൻ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സുരാജേട്ടൻ. അപ്പം എനിക്ക് പുള്ളിയോട് ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ ഫിലിം ഓക്കെ പറഞ്ഞത്. ഇപ്പോൾ ശരൺ ബ്രോ വന്ന് കഥ പറയുമ്പോൾ ഫുൾ കഥ പറയുമോ കഥാപാത്രത്തെ കുറിച്ചാണോ കൂടുതൽ? ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് എൻ്റെ ക്യാരക്ടർ ചോദിക്കും. ഓക്കെ, എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ഒരു 5 മിനിറ്റ് വന്ന് പോകുന്നതായാലും എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ ഒരു ബിഹേവിയർ ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിക്കും. അത് ഈ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യും. എനിക്കത് ചിലപ്പം അതൊന്നും എനിക്ക് കത്തിയിലായെങ്കിലും ഞാൻ ചെയ്യാറില്ല. അതാണ് എൻ്റെ ഒരു രീതി. സുരാജേട്ടൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്? മുഴുവൻ കഥയും ആദ്യമേ കേൾക്കണോ അതോ ക്യാരക്ടർ മാത്രം? ഞാൻ ഇതൊന്നും പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ വരാനിരിക്കുന്ന ഒരു സംവിധായകനോ വല്ലതും കേട്ട് പഠിച്ചിട്ട് ഇതുപോലെ വീണ്ടും വരും ചിലപ്പോൾ. പുതിയ പുതിയ ഐഡിയ നമ്മൊരു സുരാജിന്റെ കുറെ കഥകൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഫിക്സ്ഡ് ടൈം ഒക്കെ ഉണ്ടാവും, 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൽ പറയാൻ പറ്റുമെന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റും. കാരണം അത്രയും തിരക്കുള്ള ആർട്ടിസ്റ്റുകളാകുമ്പോൾ 5 മിനിറ്റ് കഥ പറഞ്ഞിട്ട് അവര് തന്നെ കരഞ്ഞ് അവര് തന്നെ ഒരു നിമിഷം ഇച്ചിരി വെള്ളം കുടിച്ചോട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അവര് അതിൽ ഭയങ്കര മുഴുകിയിട്ടല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരൺ ബ്രോ പുതിയ സംവിധായകനാണ്, ആദ്യത്തെ സിനിമയാണ്. ഇതിനു മുമ്പ് ഒരു പ്രൊജക്റ്റ് വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു ചിത്രം ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ടുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആദ്യത്തെ ഒരു സിനിമാനുഭവമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ തന്നെയായിരുന്നു മനസ്സിൽ എന്ന് പറഞ്ഞു എഴുതുമ്പോൾ, അല്ലാതെ ഒരാളെ കിട്ടാത്തതുകൊണ്ടോ വന്നതോ അങ്ങനൊന്നുമല്ല, നിങ്ങൾ തന്നെ മനസ്സിൽ വെച്ച് എഴുതിയ കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ സംവിധായകൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇത് ഞാൻ എന്തെങ്കിലും ഇപ്പം ചെയ്ത റോള് പോലെയാണോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം തന്നെയാണ് അതിന്റെ ഈ ജ്യേഷ്ഠന്മാരിപ്പോൾ വേറെ ആരെ വേണോ അതിൽ കാസ്റ്റ് ചെയ്യാം. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഭയങ്കര ആക്ടിങ് ടാലൻ്റ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു ഇതൊന്നും അല്ല. പക്ഷെ ആ സിനിമയ്ക്ക് ഈ 3 പേരും ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്നുള്ളത് അതാണ് എനിക്കും തോന്നിയത്. അവരെല്ലാരും ഉണ്ടോ? എന്നാ പിന്നെ ഞാനും അങ്ങനെയാണല്ലോ ഈ വണ്ടിയിൽ ഇദ്ദേഹവും കയറിയത്. അത് തന്നെയാണ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. പിന്നെ ഈ സിനിമ ബിഗിനിങ് മുതൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കാം, ഇനി എന്ത് സംഭവിക്കും, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഈ പടത്തിനകത്തുണ്ട്. ഓക്കെ, ഈ മമ്മൂക്കയെ പോലെ തന്നെ ഈ സ്ലാങ്ങുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സുരാജേട്ടൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ രാജമാണിക്യ സമയത്തൊക്കെ അതിൻ്റെ ചില വാരികകളിലൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നത് സുരാജേട്ടൻ മമ്മൂക്കനെ ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് അല്ല അങ്ങനെയല്ല, ട്രെയിൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ആ ഒരു തിരുവനന്തപുരം സ്ലാങ് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം നന്നായിട്ട് അതിന് മുമ്പ് തന്നെ എത്രയോ സ്ലാങ്ങുകൾ സംസാരിച്ച തിരുവനന്തപുരം സ്ലാങ് ആളാണ്. തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ചിട്ടില്ല എന്നുള്ളൂ, പക്ഷെ അതിന് വേണ്ടിയിട്ട് ചില വാക്കുകൾ ഇന്നയാണെന്നൊക്കെ അങ്ങനെയൊക്കെ അല്ലാതെ. അങ്ങനെയാണോ ആദ്യമായിട്ട് സുരാജേട്ടൻ സിനിമയിലേക്ക് എത്തുന്നത്? അതിനു മുമ്പ് അതായത് സേതുരാമയ്യർ CBI എന്ന പടത്തിൽ അതിൽ മമ്മൂക്കയാണ്. പക്ഷെ മമ്മൂക്കായിട്ട് നേരിട്ട് കാണാനോ അങ്ങനെയുള്ള കോമ്പിനേഷനും ഇല്ല. അമ്പളിച്ചേട്ടനും ഞാനുമായിട്ടുള്ള ഒരു ചെറിയ കോമ്പിനേഷൻ അതൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നീട് രാജമാണിക്യത്തിന് ശേഷമാണ്
മായാവി, അങ്ങനെ സിനിമകൾ. കാരണം രാജമാണിക്യത്തിന് ശേഷം സുരാട്ടൻ സിനിമയിൽ വരുമ്പോഴും സജീവമായിട്ട് മായാവി പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ സുരാട്ടൻ ആ ഒരു സ്ലാങ് ഭയങ്കര ബെനിഫിഷ്യറി ആയിട്ടുണ്ട്. സുരാട്ടൻ ആ ഒരു വന്ന സ്ഥലം എന്നൊക്കെയുള്ള ആ ഒരു സംഭവം, ആ സ്ലാങ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു രസികൻ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ലാങ് എന്ന് പറഞ്ഞാൽ ആ സ്ലാങ്ങിനെ നമ്മൾ പറയല്ല, പക്ഷെ ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു കൊയിലാണ്ടി ഭാഗത്ത് കിടക്കുന്ന കഥ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട് കൊയിലാണ്ടിയാണ് ഡയറക്ടറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊയിലാണ്ടി ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു പശ്ചാത്തലമാണെന്ന് പറഞ്ഞു. അതുപോലെ അങ്ങനെ എന്തെങ്കിലും സ്ലാങ് പരമായിട്ട് ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പുള്ളി എല്ലാം ഓക്കെ പറഞ്ഞല്ലോ, അപ്പൊ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അധികം പിടിച്ചിട്ടില്ല. കാര്യം ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു സംഭവം ഉള്ളത് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന. ഇപ്പോൾ സുരാട്ടൻ മാത്രമാണോ ഈ ഒരു കുടുംബത്തിൽ പുറത്തുനിന്ന് വരുന്ന ഒരാള്? ബാക്കിയുള്ള എല്ലാവരും അകത്ത് തന്നെയാണ്, അടുത്ത് തന്നെയാണ്, ഇച്ചിരി മാറി മാറിയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ടീസറിൽ സുരാട്ടൻ ജോജു എന്നുള്ള ക്യാരക്ടറിനെ ഈ ടീസറിൽ പൊട്ടാന്ന് വിളിക്കുന്നുണ്ട്. പൊട്ടാന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. തോന്നി. അപ്പോൾ നിങ്ങള് 3 പേരും ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിക്കുമ്പോൾ എപ്പോഴും ഈ വഴക്കിടണ പോലത്തെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്തു. ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാ. എപ്പോഴും വഴക്ക്, നിങ്ങൾ 3 പേര് ഇരുന്ന് വെള്ളടിക്കുന്ന സീൻ ഉണ്ടെങ്കിലും പിന്നെ അടുത്ത സീൻ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വഴക്ക് പോലെയൊക്കെ പിടിച്ചു മാറ്റുന്നു എന്നൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഘർഷഭരിതമായ രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അങ്ങനെ വലിയ സംഘർഷങ്ങളൊന്നുമില്ല. സാധാരണ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടാവാം. നമുക്ക് പരിചയമുള്ള ഒരു ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥ തന്നെയാണ് നാരായണീന്റെ. സാധാരണ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മള് അടിയുണ്ടാക്കുന്ന കുടുംബം അങ്ങനെയൊക്കെ ഉണ്ട്, സംസാരിച്ച് പരിഹരിക്കുന്നല്ലേ. ഓക്കെ. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമയിൽ സുരാജ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഏകദേശം ഇതേ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് തോന്നിയേക്കാം. പുതിയ അതാണ് ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചതാണ്. പക്ഷെ ഈ ഇന്റർവ്യൂ സെഷനിലെ ആദ്യത്തെ ഇന്റർവ്യൂ നമ്മുടെ ആയതുകൊണ്ടും നമുക്ക് ആദ്യം ചോദിക്കാമെന്നുള്ളത് കൊണ്ടും നമ്മൾ ചോദിക്കുകയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമയിൽ സുരാജിന്റെ ക്യാരക്ടർ ഏകദേശം ഇതേ പശ്ചാത്തലത്തിൽ ഒരു വിളയാടുന്ന ക്യാരക്ടറാണ്. പക്ഷെ പ്രേക്ഷകർക്ക് അങ്ങനെ സാമ്യം തോന്നിയാൽ ആ പ്രേക്ഷകരോട് എന്താണ് സുരാജിന് പറയാനുള്ളത്? എന്ത് സമയം തോന്നി? അതായത് ഇതേപോലത്തെ ഒരു പശ്ചാത്തലത്തിൽ ഓൾറെഡി സുരാജ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുരാജ് ചേട്ടൻ എന്തായിരിക്കും ഇതിൽ ചെയ്യാൻ പോണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി പ്രേക്ഷകരിലുണ്ടെങ്കിൽ. ഇത് രണ്ടും 2 ഇഷ്യൂ ആണ്. അപ്പൊ അത് തന്നെ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസം. അതിൽ പറയാൻ പോകുന്ന ഇതല്ല ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. കഥ രണ്ടും ബാക്ക്ഗ്രൗണ്ടാണ്, 2 ബാക്ക്ഗ്രൗണ്ട്, 2 പശ്ചാത്തലം, 2 ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. ഇപ്പോൾ ഷെല്ലി ചേച്ചി ഇപ്പോൾ മലയാള സിനിമ ഇപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സിനിമകൾ വളരെ റയറായിട്ടുള്ള രീതിയിൽ വരുന്നു എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന സിനിമകൾ ഒരു വശത്തുണ്ട്, അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള സിനിമകളാണ്. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി ഒരുമിച്ച് വരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം വളരെ റയറായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ജോജു ചേട്ടൻ, സുരാജ് ചേട്ടൻ, അലൻസിയർ ചേട്ടനൊക്കെ നിങ്ങളുടെ ഒരു പീക്ക് ടൈം നിൽക്കുമ്പോൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളൊരു ബ്യൂട്ടി ഉണ്ട് അതിന്. അങ്ങനെ ഒരു സിനിമയിലേക്ക് വരുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇതില് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിലല്ല. ഇതിൽ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ശരൺ പറഞ്ഞില്ലേ, ശരൺ സുരാജ് ചേട്ടൻ്റെ മനസ്സിൽ കരുതിയിട്ടാണ് അത് എഴുതിയത്. അത് തന്നെയാണ് ശരൺ എന്നോടും പറഞ്ഞത്. ചേച്ചി ഇത് ചെയ്യണം, ആദ്യം ഞാനിതിങ്ങനെ ആലോചിച്ച, ചേച്ചി ഒന്നും ആലോചിക്കരുത്, യു ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് ദിസ് ഈസ് നഫീസ, നിങ്ങളാണ്. അപ്പം ഒരു എഴുത്തുകാരൻ അവര് നമ്മളൊരു അമ്മ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കും പോലെയാണ്, അച്ഛൻ ഒരു അച്ഛനാവുന്ന പോലെയാണ്. അതൊരു ഞാൻ ഇപ്പോഴും ശരണിൻ്റെ അടുത്ത് പറഞ്ഞാണ്, യു ആർ ഹെവിലി പ്രഗ്നന്റ്, ഇനിയെങ്കിലും ഒന്ന് ഡെലിവറി കാരണം അതങ്ങനെയാണ്, അതൊരു സ്വന്തം കുഞ്ഞിനെ പോലെയാണ്. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ മുൻതൂക്കം ഞാൻ അതിനാണ് കൊടുത്തത്. സെക്കൻഡ് ഈസ് ഒബ്വിയസ്ലി കറക്റ്റാണ്, ഇത് ഒരു നാളെ ഹിസ്റ്ററിയാണത്. ഇത് ഇങ്ങനെ ഇവർ 3 പേരും വന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയാന്ന് പറയുന്നത് ദാറ്റ് ഈസ് അനദർ ഓപ്പർച്യൂണിറ്റി. അത് യെസ്, ഐ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഐ ടുക്ക് ഇറ്റ്. തീർച്ചയായിട്ടും. സുരാട്ട്, 1 വർഷം തന്നെ
പല പല സിനിമകൾ, ഒരുപാട് പല പല സംവിധായകരുടെ ഒപ്പം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നു. സുരാജിൻ്റെ തുടക്കകാലം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജഗതി സാറിൻ്റെയൊക്കെ പോലത്തെ ഒരു തുടക്കമായിരുന്നു. കാരണം ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് ഓട്ടം. ഏകദേശം ഏതോ ഒരു സിനിമ മായാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും സുരാജേട്ടനെ വേണം. അതും ഏകദേശം ഒരു കൈൻഡ് ഓഫ് റോളിൽ തന്നെ. പിന്നീട് ഒരു ഷിഫ്റ്റ് വരുന്നത് ഒരു നാഷണൽ അവാർഡ് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഷിഫ്റ്റ്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ആദാമിൻ്റെ മകൻ അബുവിലൊരു നല്ല കിടിലൻ കഥാപാത്രം ഉണ്ടായിരുന്നു. ആ സിനിമയിൽ സലീം കുമാരേട്ടൻ നാഷണൽ അവാർഡ് കിട്ടുമ്പോഴും ആ സിനിമയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒരാൾ സുരാജേട്ടനായിരുന്നു. അതെന്തോ പറയാൻ വേണ്ടി സുരാജേട്ടൻ ഇങ്ങനെ ഓടി വരുന്നൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അതെനിക്ക് ഓർമ്മ വന്നത് ഏത് സീനാണെന്നറിയോ? 3-ാം പക്കം എന്നുള്ള സിനിമയിൽ ജഗതി ചേട്ടൻ ഇതുപോലെ ഓടി വന്നിട്ട് ഈ മരണം പറയുന്ന പോലത്തെ ഒരു സീനുണ്ട്. അതൊക്കെ റെസൊണേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണോ ഒരു കരിയറിൽ ഒരു ബ്രേക്കായി പിന്നീട് ഒരു സീരിയസ് കഥാപാത്രത്തോടൊക്കെ എത്താൻ കാരണമായത് ആ ഒരു സിനിമയാണോ? അതും സഹായിച്ചിട്ടുണ്ട്. അതിനു മുമ്പും കുറേ ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും അതിൽ സാറിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതെ, അങ്ങനെ മാമച്ചൻ, ഒരു വെള്ളയും ഇട്ടിട്ടുള്ള അത് ഓർമ്മയുണ്ട്. മാമച്ചൻ എന്ന അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ നമ്മുടെ രഞ്ജിയേട്ടൻ്റെ ലാലേട്ടൻ പടം, അയ്യോ ആങ്കർ ചെയ്യുന്ന പേര്, കുടിയനായിട്ട് സ്പിരിറ്റിലൊരു വേഷം, രാഷ്ട്രീയക്കാരൻ, വെള്ളം കുടിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അതൊക്കെ അതിന് മുമ്പ് കിട്ടി തുടങ്ങിയതാണ്. തീർച്ചയായും. അതെ അതെ. ഞാൻ പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയും പറഞ്ഞപ്പോഴാണ് പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയിലെ ജോജു ചേട്ടൻ്റെയൊക്കെ ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഫണ്ണാ. അന്ന് ജോജു ചേട്ടൻ ഇങ്ങനെയൊക്കെ തന്നെ തുടങ്ങിയതാ. മമ്മൂക്കയോടെ പോയാലും രാജാതിരാജയിലെ ആ ഫൺ ക്യാരക്ടർ, അതുപോലെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയിൽ. പിന്നെ നിങ്ങൾ തമ്മിലൊരു ഇന്ദ്രജിത്ത്, കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, ജോജി ചേട്ടൻ കൂടി ഒരു വൈശാഖിൻ്റെ ഒരു കോമഡി പടം ഉണ്ടായിരുന്നു. അപ്പം അന്ന് നിങ്ങൾ കോമഡിക്ക് വേണ്ടി ഇങ്ങനെ ഒരുമിക്കുന്ന ഒരു ഗ്യാങ്ങായ ആ ടീം തന്നെ ഇപ്പോൾ ഭയങ്കര സീരിയസ് സിനിമകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ്? അത് ഒരു എക്സ്പീരിയൻസിന്റെ മാറ്റമാണോ അതോ? ഭയങ്കര സന്തോഷമല്ലേ, അതെല്ലാം സംഭവിക്കുന്നതാണ്. നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യുന്നതൊന്നുമല്ല, എങ്ങനെയൊക്കെയോ സംഭവിച്ചു. എല്ലാ റോൾസും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു തലമാണ് നമുക്കത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഒന്നെങ്കിൽ ഫുൾ ഫ്ലെജ്ഡ് കോമഡി, അവർ അങ്ങനെ കോമഡി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നു ചേട്ടനെ വിളിച്ച ആ ഡയറക്ടേഴ്സും ആ റൈറ്റേഴ്സും ഒക്കെ ഇന്ന ആള് ഈ കോമഡി വിട്ട ആൾ ഇന്ന സാധനം ചെയ്യണം എന്ന് അവർക്ക് പുള്ളിമേലുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടായതും പുള്ളി അത് ചെയ്യാൻ തയ്യാറായതുമാണ് ആ ഒരു മേക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് കിട്ടാനുള്ളത് ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ ശിവകാർത്തികേയൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമയിലെ കോമഡി ആക്ടേഴ്സിനെ കുറിച്ച്. പണ്ട് ഈ തമിഴ് സിനിമയിലും മറ്റൊക്കെ കോമഡി ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ കുറേ കാലഘട്ടമുണ്ടായിരുന്നു. അവർക്ക് പിന്നെ ഒരു ഉയർച്ചയില്ല, അവിടെ തന്നെ കോമഡി ആക്ടേഴ്സ് ആജീവനാന്തം എന്നുള്ള നിലയാണ്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്തത് മലയാള സിനിമ ആണെന്ന് ശിവകാർത്തികേയൻ പറഞ്ഞായിരുന്നു. അതിൽ കുറച്ച് പേര് മെൻഷൻ ചെയ്ത് പറഞ്ഞതിൽ ഇപ്പോൾ സലീം കുമാർ, സുരാജേട്ടൻ, അങ്ങനെ കുറച്ച് പേരുടെ കാര്യവും പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിലായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ പല ക്യാരക്ടേഴ്സിൽ എത്തി നോക്കാൻ പറ്റിയത് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മലയാളത്തിലായതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചത്. അത് മലയാളത്തിലേ പറ്റൂ. മലയാള സിനിമയിൽ മലയാള സിനിമയുടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മലയാള സിനിമ കോവിഡ് ടൈംസിൽ എത്തുമ്പോൾ അതിൽ സുരാജ് ചേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട പടം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ലെവലിൽ. കാരണം കോവിഡ് ടൈമിൽ വേറൊരു സിനിമയും പ്രൊഡക്ഷൻ ചെയ്യാതിരിക്കുന്ന സമയത്ത്, പാനിക്കായ സമയത്ത്, കാരണം അവർ വിചാരിക്കുന്ന പോലത്തെ വലിയ സെറ്റുകളൊന്നും ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മലയാള സിനിമ ഒരു മുറിക്കുള്ളിലും ഒരു വീടിനുള്ളിലും ഒക്കെ ആയിട്ട് സിനിമകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ വരുന്നത് അല്ലേ, ഏതായിരുന്നു? റോയ് ഉണ്ട്, അതുപോലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ ഓൾ ഇന്ത്യ ലെവലിൽ ഹിറ്റായിരുന്നു. എനിക്ക് പല ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഒക്കെ പോസ്റ്റ് വരെ ഉണ്ടായിരുന്നു ഈ സിനിമയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ഭാഗമാണ് സുരാജ് ചേട്ടനും. സോ ഒരു കോമഡി താരമായതുകൊണ്ട് ആണോ ഇത്രയും കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ ശരിക്കും? പിന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളടക്കം പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളായാലും അമ്പിളി ചേട്ടനായാലും ജ്യോതി ചേട്ടൻ, പിന്നെ എല്ലാവരും, ജനാർദ്ദന ചേട്ടൻ, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു പറ്റില്ലേ? തീർച്ചയായിട്ടും.
ഞാനപ്പോൾ മിമിക്രിയിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ മിമിക്രിയിലോട്ട് പോകാൻ വേണ്ടിയാണ് ട്രാക്ക് ഇട്ടത്. കാരണം ഇത് ആദ്യമേ ജയറാമേട്ടനൊക്കെ തെളിച്ച് വെച്ച ഒരു പാത എന്നുള്ളൊരു പാത മലയാള സിനിമയിലുണ്ടല്ലോ, മിമിക്രി. അതുപോലെ തന്നെ ഒരു മിമിക്രിക്കാരനാണ് എന്ന് പറയുന്നത്, അതാണ് ശിവകാർത്തികൻ. അതും പറഞ്ഞു, ശിവകാർത്തികൻ അതെ മിമിക്രി ബാക്ക്ഗ്രൗണ്ടാണ്. മിമിക്രിക്കാരനാണെന്നുള്ളത് ഇപ്പോൾ ഒരു പുച്ഛത്തോടു കൂടി കാണാതെ അഭിമാനത്തോടുകൂടി എത്ര നാഷണൽ അവാർഡ് കിട്ടിയാലും വേദി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരാട്ട ഒരു മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ തിലകൻ സാറിൻ്റെ ശബ്ദമൊക്കെ എടുക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനെ പറയാം, മിമിക്രി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഒരുപാട്. ഇപ്പോൾ നമുക്ക് മിമിക്രിയിലും ശരിക്കും വേണ്ടത് ഒബ്സർവേഷനാണ്. അത് ശബ്ദത്തിലായാലും രൂപത്തിലായാലും അയാളുടെ നടത്തയിലായാലും എല്ലാം ഒബ്സർവേഷൻ എന്നെ കൂടുതൽ ഇതാക്കിയത് മിമിക്രി തന്നെയാണ്. പിന്നെ എന്താ ഹ്യൂമറായാലും എനിക്ക് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ അതൊക്കെ മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് ശരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സുരാട്ടൻ സിനിമയിൽ വരുമ്പോൾ ആരായിരുന്നു സുരാട്ടൻ്റെ ഒരു റോൾ മോഡൽ? സിനിമയിൽ നമ്മൾ വരുമ്പോൾ ഓക്കെ ഞാൻ പോകുന്ന പോക്കാണ് ഞാൻ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യും, ഇതുപോലത്തെ ഒരാളെ പോലെ, അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടായിരുന്നു സുരാട്ടന്? എനിക്ക് അങ്ങനെ സിനിമയിൽ ഒരുപാട് പേര് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് മെയിൻ മമ്മൂക്ക ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഓക്കെ. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, മുകേഷ് ഏട്ടനായാലും സിദ്ദിഖ് ലാൽ കോമഡികൾ, പ്രിയദർശൻ സാറിൻ്റെ കൂട്ടുകെട്ട്, പ്രിയദർശൻ സാറിൻ്റെ സിനിമകൾ, അതൊക്കെ ആ ഹ്യൂമർ സിനിമകൾ കണ്ടാണ് പിന്നെയാണ് ഞാൻ ബാക്കി എല്ലാ സിനിമകളെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ ശ്രമിച്ചത്. ഓക്കെ. ഞാൻ ഇനി കുറച്ച് പേരുകൾ പറയാം. ആ പേരുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ആ പേരുകളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കുറിച്ചൊന്നൊന്ന് പറയണം. ഫസ്റ്റ് സുരാട്ടനോട് തിലകൻ സർ, ആ പേര് പറയുമ്പോൾ സുരാട്ടന് ഞങ്ങളോട് പറയാനുള്ളത് എന്താണ്? സുരാജേട്ടൻ്റെ ഓർമ്മകൾ എന്താണ്? സുരാട്ടൻ എത്രത്തോളം തിലകൻ സാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അഭിനയ തിലകം അല്ലേ, അത് തന്നെയാണ് അഭിനയ തിലകം. സുരാട്ടൻ അത് വോയിസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തിലകൻ സാറിൻ്റെ വോയിസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആ ഒരു നടനെ. പിന്നെ എന്താ അദ്ദേഹം പറയുന്ന വേരിയേഷൻ, ഒരു ഇപ്പോൾ കത്തി താഴെറ എന്ന് പറയുന്നത്, ഇനി അതിൻ്റെ മേളിൽ വേറെ ഒരു കത്തി താഴെറ ഇല്ല. അത്രയും വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അത് മഹാനടൻ. ഓക്കെ. അതുപോലെ മമ്മൂക്ക, മഹാനടൻ. വീണ്ടും മമ്മൂക്കയെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു മെമ്മറി എന്താണ് സുരാട്ടൻ്റെ? ഒരുപാടുണ്ട് അറിയാം, പക്ഷെ അതെ ഒരുപാടുണ്ട്. അതിലേറ്റവും ആരോടും പറയാത്തത്, ഒരു ഇൻ്റർവ്യൂവിലും പറയാത്തത്? അല്ല, ഞാൻ ഇതൊക്കെ ആകാൻ, ഇങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലൊക്കെ എത്താൻ കാരണക്കാരിൽ ഒരാൾ മമ്മൂക്ക തന്നെയാണ്. അത്രത്തോളം മാനസിക ബന്ധമുണ്ട് എന്ന് വെച്ചിട്ട് എപ്പോഴും അങ്ങനെ വിളിക്കാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കും, നേരിട്ട് പോയി കാണും. എപ്പോഴും ആ സ്നേഹബന്ധം, നമ്മുടെ എന്താ ഒരു മൂത്ത ജ്യേഷ്ഠൻ, അത്രയും റെസ്പെക്റ്റും അത്രയും സ്നേഹമുള്ളൊരു വ്യക്തിത്വമാണ്. മോഹൻലാൽ, ലാലേട്ടൻ എന്താ ഇതന്നെ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് എന്താ പറയുന്നത്? ഒന്നും പറയാനില്ലേ. തമ്പുരാൻ, അഭിനയത്തിൻ്റെ തമ്പുരാൻ. അതുപോലെ ദിലീപേട്ടൻ അതുപോലെ തന്നെ ചങ്ക് ബ്രോ. നല്ല പുള്ളിയായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക്, പ്രത്യേകിച്ച് ദിലീപേട്ടനും മിമിക്രി എന്ന് വന്നതാണ്, നമുക്കും മിമിക്രി ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എന്താ കോമ്പിനേഷനൊക്കെ ഗംഭീരമാക്കാൻ നമ്മുടെ കൂടെ നിൽക്കും. എന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞിട്ടും ഇല്ലെങ്കിൽ നാളെ എടുക്കാൻ പോകുന്നതിനെക്കുറിച്ചും, എടാ ഇന്ന സീനാണ്, നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയുണ്ടാ എന്ന് പറഞ്ഞിട്ട് അതിനെ കൂടെ നിന്ന് അതിനെ വർക്ക് ചെയ്തെടുക്കാൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിൽ ഞാനത് കണ്ടിട്ടില്ല. നിങ്ങളുടെ കോമ്പിനേഷൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ, ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ദിലീപേട്ടൻ കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണം അത് അത്രയും ഗംഭീരമായത്. തീർച്ചയായിട്ടും എല്ലാത്തിനും നിന്ന് റിഹേഴ്സൽ ചെയ്യിപ്പിക്കും. അങ്ങനെ എന്ന് വെച്ചാൽ ചിരി വേണം, ചിരിക്കണം. ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എടാ ഓരോ ചിരിക്കും ലക്ഷങ്ങളുടെ വിലയാടാ എടാ എന്ന് പറഞ്ഞിട്ട്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് സുരാട്ടനൊരു ഹീറോ ആയി അങ്ങനെ പോകുമ്പോഴും
ഇതുപോലെ ദിലീപേട്ടൻ പടങ്ങളിലൊക്കെ കൂട്ടുകാരനൊക്കെ ആയിട്ട് വന്നിരുന്ന ആ റോളുകൾ മിസ് ചെയ്തു എന്നൊക്കെ തോന്നുന്നുണ്ടോ? മിസ് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ പിന്നീടുള്ള കാലഘട്ടത്തിൽ? ഹീറോയിന്റെ പേരിൽ ചെയ്തത് ഇത് തന്നെ ടു കൺട്രീസ് കുറച്ച് കുറെ വർഷമായല്ലോ. അതെ അതെ. വക്കീൽ, ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, എന്താണ് ബാലൻ വക്കീൽ അതിലും ചെയ്തു. അപ്പോൾ ഇപ്പോൾ നായകനായിട്ട് ഇങ്ങനെ പോകുമ്പോഴും ഇതുപോലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാനോ വന്നാലോ ഒരു മടിയുമില്ല എന്ന് തന്നെയാണ് സുരാട്ടൻ്റെ പക്ഷം അല്ലേ? നല്ല ക്യാരക്ടറുകൾ, നല്ല സിനിമയോടൊപ്പം നമ്മൾ പങ്കാളികളാകുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടെ ഉണ്ടെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതിലിപ്പോൾ കറക്റ്റ് നായകനെ പോലെ അല്ലെങ്കിൽ അത്രയും ഷൈൻ ചെയ്യുന്ന ക്യാരക്ടറൊന്നുമല്ല അത്. ഞാൻ അങ്ങനെ ഇപ്പോൾ 1-2 സിനിമകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ചെറിയ റോളുകളാണെങ്കിലും നല്ല കാമ്പുള്ള റോള്. ഓക്കെ, അത് തന്നെയാണോ ഷെല്ലി ചേച്ചിയുടെയും ഒരു ആഗ്രഹം? ചെറിയ റോളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിനൊരു ഡെപ്ത് ഉണ്ടാവണം, ഞാൻ എന്നുള്ളൊരാൾക്ക് അതിനൊരു പ്രസക്തി ഉണ്ടാവണം. അത്തരത്തിലുള്ള റോളുകളോടാണോ ഷെല്ലി ചേച്ചിക്കും കൂടുതൽ താല്പര്യം? എൻ്റെ ബേസിക് സ്റ്റാർട്ട് പ്രയോറിറ്റി അതാണ്. എൻ്റെ ക്യാരക്ടർ മൊത്തം ആ ഫിലിമിൽ എന്താണ് പ്രസക്തി, അതിപ്പോൾ കുറച്ച് നേരം വന്ന് പോകുന്നതാണെങ്കിൽ പോലും അതിനൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് 2 പേരുമായിട്ട് വലിയ എക്സ്പീരിയൻസ് ഉള്ളൂ. ഒന്ന് തിലകൻ സാറുമായിട്ടും മമ്മൂട്ടി സാറുമായിട്ടാണ്. തിലകൻ സാറുമായിട്ട് എനിക്കൊന്ന് സാറ് ലാസ്റ്റ് സാറിൻ്റെ ഞങ്ങളൊരു കേരള KSFDC എടുത്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. ഇങ്ങനെ പേരൊന്നും ഓർമ്മയില്ല. അതൊരു പാർട്ടി ബേസ്ഡ് സംഭവമായിരുന്നു. അപ്പം അതിൽ സാറിൻ്റെ ചെറുമകളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അത് കൈരളി TV കണ്ടി വന്നതാണ്. അപ്പം അന്ന് എനിക്കതൊരു വലിയൊരു ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കൂടുതലും ഞങ്ങൾ അഭിനയിക്കുന്നതിനെക്കാട്ടിലും സാറിൻ്റെ ഷോട്ട് എപ്പോൾ കട്ടാവും അപ്പം ഞാനിങ്ങനെ സാറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത് ചെയ്യുന്നത്, എന്താണ് അന്ന് തോന്നിയത്. ഞാൻ കുറേ പഴയ സിനിമകൾ കാണുമായിരുന്നു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നാറുണ്ട്. കാരണം ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, പത്മനാഭൻ സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനത്തെ അവരുടെയൊക്കെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു ലുക്കും എൻ്റെ ഒരു പ്രോപ്പർട്ടീസ് കൂടുതൽ അവരുടെ ഒരു സിനിമയുടെ ഒരു ഫ്ലേവറിങ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുള്ള, എനിക്ക് മാത്രമല്ല മിക്ക ആക്ടേഴ്സിനും തോന്നിയിട്ടുള്ളൊരു സാധനമാണത്. അപ്പം അങ്ങനെ ഒരു ബന്ധം എനിക്ക് തിലകൻ സാറുമായിട്ട് അന്ന് കിട്ടി. രണ്ടാമത് മമ്മൂട്ടി സാറുമായിട്ട് ഞാൻ ചെയ്ത തെലുങ്ക് ഫിലിമാണ് യാത്ര 2. അപ്പോൾ അവിടുത്തെ അപ്പം ഞങ്ങൾ കാണുന്നത് തന്നെ തെലുങ്ക് ഫിലിമിൻ്റെ ഷൂട്ട് ലൊക്കേഷൻ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഓവർവെൽം ചെയ്തത് സാർ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. സാർ തിരിച്ചറിഞ്ഞ് നമ്മളൊരു മമ്മൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റെസ്പെക്റ്റും ഒരു വാല്യൂം എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് പൊതുവെ ഇടിച്ചേറി ചെന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതെനിക്കൊരു ഭയങ്കര ഞാൻ ബാക്കിലോട്ട് നിൽക്കുക. അപ്പോൾ സാർ എന്നെ അന്ന് വേറൊരു മേക്കപ്പും കൂടെയാണ്, പക്ഷേ പുള്ളിക്കാരൻ അത് ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തു. എന്നിട്ട് ജോർജൻ്റെ അടുക്ക ഇങ്ങനെ ചോദിച്ചു, ഇത് ആ കുട്ടിയല്ലേ, എന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്കത് വലിയൊരു നമുക്ക് ഈ അപ്രീസിയേഷൻ അവാർഡ് എന്ത് കിട്ടുന്നത് അതുപോലെയാണ് ഒരാൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത്. അത് തന്നെ ആ പുള്ളിയുടെ വ്യക്തിത്വത്തിനെ കാണിക്കുന്ന എന്താ പറയുക, അതാണ് പുള്ളിയുടെ പേഴ്സണാലിറ്റി. ബാക്കി എനിക്ക് സാറിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിയില്ല. ഞാൻ ഒരു സീൻ 2-3 സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫ്രെയിമിനകത്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ ഫ്രെയിമിൽ നിന്ന് എനിക്ക് പുള്ളിയോട് അഭിനയിക്കാൻ പറ്റി. അത് എനിക്ക് വലിയൊരു എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടോ എൻ്റെ ഒരു കരിയർ അച്ചീവ്മെൻ്റ് ആയിട്ടോ എന്തുവാണെങ്കിലും അതെനിക്ക് കരുതാം. ചേച്ചിയുടെ തന്നെ കഴിഞ്ഞൊരു സിനിമയോട് ബന്ധപ്പെട്ട് ടൈറ്റിലിങ്ങോട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദമൊക്കെ ഉണ്ടായതായിട്ട് ഓർക്കുന്നുണ്ട്. ഭാരത സർക്കാർ ഉൽപ്പന്നം, അതൊരു സർക്കാർ ഉൽപ്പന്നം ആക്കി ലാസ്റ്റ് സെൻസറിങ്ങിന് പോയി. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു വിവാദമായ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ് സോഷ്യൽ മീഡിയ, ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ ഒരു ടൈറ്റിൽ ഇട്ടാലോ ഇനി ഒരു പേര് മാറിയാലോ പണ്ടത്തെ കാലത്തേക്കാൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവായി. ഇല്ല, അതിനകത്താണ് ഭയങ്കര അതിന് വേണ്ടി കച്ചകെട്ടാൻ കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒരു സെൻസറിങ് ഒക്കെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും ഒരു ഓഡിറ്റിങ് വേണമെന്നൊക്കെ പലരും പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട കമൻറ്റിന് വരെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു കമൻറ്റ് മാറിക്കഴിഞ്ഞാൽ
ചിലപ്പോൾ അറസ്റ്റ് വരെ ആകാം എന്നൊരു ഭയമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകൾ നല്ലതാണോ ചേച്ചി? അത് നിങ്ങളെടുത്താണ് ചോദിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്. ചേട്ടൻ എന്താണ് അത് പറയാൻ തോന്നുന്നത്? കാരണം നമ്മൾ ഭയങ്കര ചിലപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത് നാരായണീൻ്റെ 3 ഇപ്പം നമ്മൾ അതിലോട്ട് വരികയാണ്. അതെ അതെ. അപ്പോൾ അല്ല, ഞാൻ ചോദിക്കണം, കറണ്ട് അഫെയറും കൂടി ചോദിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ കാണാൻ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ മനുഷ്യരാണല്ലോ. അവർക്കിപ്പോൾ സിനിമയോടുള്ള അതേ താല്പര്യം പോലെ തന്നെ അവരും, ഞങ്ങളിപ്പോൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണ്. ടെക്നോളജി ഒത്തിരി വളർന്നതുകൊണ്ട് ഇപ്പൊ ചേട്ടൻ പറയുന്ന ഒരു ഫുൾ സെന്റൻസിന്റെ ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ സെന്റൻസിൽ അതാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ആരെ വേണമെങ്കിലും ഇപ്പോൾ തമ്മിൽ തല്ലിക്കാം. വേണമെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം അത് മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പൊ AI വരെ വന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് തെറ്റുകാരൻ. വേറെ കാര്യങ്ങൾ പറയുന്നു, ബിഗിനിങ് കൊടുക്കും, അവസാനം കൊടുക്കും. ഇല്ലെങ്കിൽ അതിന്റെ ഒരു പോർഷൻ എന്താണ് അപ്പുറം പറഞ്ഞതോ ഇപ്പുറം പറഞ്ഞതോ വ്യക്തമായി കേൾക്കാതെ അങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് പരസ്പരം എന്താ ശത്രുത ഉണ്ടാക്കുന്ന വ്യൂവേഴ്സ് ഉണ്ട്. കാരണം ഒരുപാട് വ്യൂവേഴ്സ് ഇപ്പൊ കൂടണം. പണ്ടൊന്നും ആരും പ്രതികരിക്കില്ലായിരുന്നു നെഗറ്റീവിന്. ഇപ്പൊ സുരാട്ടിന്റെ കാരണം സുരാട്ടിന്റെ ഇന്റർവ്യൂസ് ആണെങ്കിലൊക്കെ സുരാട്ടിന്റെ എല്ലാ കാര്യങ്ങളും കോമഡി പരമായിട്ടൊക്കെ പറയുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് വേണമെങ്കിൽ തമ്പാക്കാം, തമ്പിനയിലാക്കാം, ഫോക്കസ് ചെയ്ത്. അപ്പൊ വേണമെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. വലിയ കലാകാരന്മാരാണ് ഇതിന്റെ പിന്നില്. അതെ അതെ. തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കണം. തീർച്ചയായിട്ടും ഭയങ്കര ഒരു കലാസൃഷ്ടിയാണ് അവർ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ സുരാട്ടന്റെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയാത്തൊരു കാര്യമോ തമാശ രീതി പറഞ്ഞൊരു കാര്യമോ വെച്ചിട്ട് ഇതുപോലെ തമ്പനിയിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നാറ്റിക്കാൻ വേണമെങ്കിൽ, അപ്പൊ അത്തരത്തിൽ ചെയ്യുമ്പോൾ സുരാജേട്ടൻ ഇനി ഫ്യൂച്ചറിൽ അതുപോലെ, അല്ലെങ്കിൽ ചേച്ചിയാണെങ്കിലും ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ പലരും ചെയ്യുന്ന പോലെ ഒരു നിയമ നടപടിക്കൊക്കെ ഒരുങ്ങുമോ? നമ്മളത് ശ്രദ്ധിക്കാതിരുന്ന പോരെ. എന്തിനാ ഇനി അതിൽ ശ്രദ്ധിച്ചു, അതിൽ ശിശു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ടെൻഷൻ. നമ്മളെന്താണ്, നമ്മൾ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ അരിവും മൂല്യം വേറെ ഏതൊക്കെ വെട്ടിയിട്ടിട്ട് പുറത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണ്ട. നമ്മളെന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളാരും ഉപദ്രവിക്കാനോ ഇല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ഒന്നിനും പോകുന്നില്ലല്ലോ. അതൊക്കെ ആക്ച്വലി ഇൻഡയറക്ട്ലി നമ്മളെയും കൂടെ ഹൈലൈറ്റ് ചെയ്യണം. എപ്പോഴേക്കാലും ഷോർട്സ് പറ്റും ഇങ്ങനെ എപ്പോഴും നിങ്ങൾ എപ്പോഴും ഇതിലാണല്ലോ. അങ്ങനെ. അതെ അതെ. അപ്പോൾ നാരായണൻ്റെ 3 ആൺമക്കളിലേക്ക് വരാം. ഈ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച് വരണം എന്ന്? എല്ലാ സിനിമകളും പ്രതീക്ഷിച്ച് പോകുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്കും വരാം. തീർച്ചയായിട്ടും. ഇതൊരു ത്രില്ലർ. ഇതിൽ സിനിമ കാണാനായിട്ടുള്ള പ്രതീക്ഷയായിട്ട് വന്നാൽ മതി. അതന്നെ, വേറെ അതിലൊന്നും ഒരിക്കലും. എനിക്ക് ഒരു കാര്യം വിളിച്ചാൽ ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ, നാരായണൻ്റെ 3 ആൺമക്കളുടെ ടീസർ കണ്ടപ്പോൾ ഇതിനെന്തൊക്കെയോ ഒരു നിഗൂഢതകൾ, ഒരു ത്രില്ലർ സ്വഭാവമൊക്കെ തോന്നിയിരുന്നു. ഇനി ഒരു ഡാർക്ക് മൂഡിൽ സംഭവിക്കുന്നതാണോന്ന് അറിയില്ല, ഒരു ത്രില്ലർ സ്വഭാവം തോന്നിയിരുന്നു. അതെ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ത്രില്ലർ ഞാൻ പറഞ്ഞല്ലോ, ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടെന്ന്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഈ സിനിമയിലുടനീളമുണ്ട്. ബിഗിനിങ് മുതൽ ടുവേഴ്സ് എൻഡ് വരെ അത് എന്താകും എന്നുള്ള ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമയാണ്. നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. പിന്നെ നാരായണീൻ്റെ 3 ആൺമക്കൾ, ഒരമ്മയ്ക്ക് അങ്ങനെ 3 ആൺമക്കളുള്ള ഒരുപാട് അമ്മമാരുണ്ടല്ലോ. പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഉണ്ടാവുമല്ലോ, 3 കൂട്ടുകാരന്മാരിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും കഥകളും കഥാപാത്രങ്ങളുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് ആണ്. ചോദിച്ചാൽ ശരിയാവില്ല, അതാണ്. പുള്ളി എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? വലിച്ചുവാരി അങ്ങനെ പടം ചെയ്യില്ല, ഇങ്ങനെ നോക്കിയിരിക്കും. അത് പോയി കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ നോക്കി ഇറക്കുന്ന ആളാണ്. ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ കുറച്ച് സിനിമകൾ മമ്മൂക്കയോടൊപ്പമായിരുന്നു. അപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റാറിൻ്റെ ഒപ്പം മാത്രം സിനിമ ചെയ്തിരുന്ന ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സ് പിന്നീട് കണ്ടത് ത്രില്ലർ ചെയ്യുന്നു, യുവാക്കളുടെ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങിയത് കിഷ്കിന്ധാകാന്ഡമാണ്. അത് കഴിഞ്ഞു വരുന്നൊരു സിനിമ എന്നൊരു പ്രത്യേകതയും നാരായണന്റെ 3 ആൺമക്കൾക്കുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗുഡ് വിൽ എന്റർടൈൻമെന്റ് അതിന് ശേഷം നീ ഒരു ഇല്ല, ഒന്നും കട്ട് പോകും. നിങ്ങൾ ദയവ് ഇത് കട്ട് പീസാക്കി മാത്രം ഇടരുത്. ഇത് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഫുള്ള് ടെലികാസ്റ്റ് ചെയ്യണം. അതെ, ഉറപ്പായിട്ട് ചേട്ടാ പറ. ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഇത് കേട്ടിട്ട് നിനക്ക് ഗുഡ് വില്ലാണ്. അതന്നെ, തീർച്ചയായിട്ടും. ക്യാഷൊക്കെ നേരത്തെ തന്നു, എല്ലാം പെർഫെക്റ്റ്.
എന്താ നമ്മളാരും ചിരിക്കരുത്. അപ്പൊ അങ്ങനെ ഓക്കെ. പിന്നെ പുള്ളിക്കാരൻ ഞാൻ പറയില്ല, കോണ്ടന്റിനെ മാത്രം വിശ്വസിച്ചെടുക്കുന്നതാണ്. നേരത്തെയൊക്കെ വലിയ ഞാൻ പറഞ്ഞ സ്റ്റാർ കാസ്റ്റിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഏതാണോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നപ്പോൾ സ്റ്റാർ കാസ്റ്റിനെക്കാട്ടിലും കൂടുതൽ കോണ്ടന്റിന് തീർച്ചയായിട്ടും ആൾക്കാരെല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. രസകരമാവുന്ന, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. 2 മക്കൾ ഇവിടെ വന്നിട്ടില്ല, ഞാൻ മാത്രമാണ് വന്നത്. അതെന്താണ് ചേട്ടാ കാരണം? 2 മക്കൾക്ക് എന്ത് പറ്റി? ഈ സിനിമയിലുള്ള പോലെ തന്നെ പ്രശ്നങ്ങളാണോ ചേട്ടനോട്? ആ 2 മക്കൾക്ക്? 2 മക്കൾ വരും, എനിക്ക് തോന്നുന്നു ഇനി അടുത്തുണ്ടാവും. ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ. അപ്പോൾ നാരായണൻ്റെ 3 ആൺമക്കളിലെ ഒരു ആണാണ് സുരാജ്, ഒരു മകൻ. ആൺമക്കൾ ആണാണ്, ആൺമക്കൾ എന്നുള്ള പറയുന്നത്. നല്ലൊരു ടൈറ്റിലുമാണ്. അപ്പോൾ എന്തായാലും സുരാജേട്ടൻ്റെ കരിയറിൽ ഒരു മികച്ച വേഷമായിട്ട് ഇത് ഭവിക്കട്ടെ. അതുപോലെ തന്നെ ഷെല്ലി ചേച്ചിക്കും ഇതൊരു നല്ലൊരു വഴിത്തിരിവായി മാറട്ടെ. ഈ മികച്ച വേഷത്തിനേക്കാൾ ഉപരി നല്ലൊരു സിനിമയാണിത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ 3 പേരായിട്ടും ചെയ്യാം. നമ്മൾ 3 പേരും 3 ആൺമക്കളായിട്ട് വരുന്നത് അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ നാരായണൻ്റെ 3 ആൺമക്കളിൽ നിങ്ങൾ 3 പേരും 3 മക്കളായിട്ട് വരുന്നത് കാണാനുള്ള ആ പ്രത്യേകതയും ക്യൂരിയോസിറ്റിയൊക്കെ പ്രേക്ഷകർക്കും ഉണ്ട്. പ്രേക്ഷകരും തിയേറ്ററിലേക്ക് അത് റിലീസാവുമ്പോൾ തീർച്ചയായിട്ടും എത്തട്ടെ, വിജയമാക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ.